ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുറുകുകയാണ്. ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് പാലക്കാട് ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരാർത്ഥി എന്ന് ആദ്യമേ തന്നെ കോൺഗ്രസ് പുറത്തുവിട്ടതിനാൽ മറ്റു മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആകാംക്ഷ ഇല്ല എന്ന് തന്നെ പറയാം. ആകെ വോട്ട് നില നിലനിർത്തണോ അതോ ഉള്ളതിൽ നിന്നും അല്പമെങ്കിലും മെച്ചപ്പെടുത്താനോ മാത്രമുള്ള ശ്രമമാണ് എൻഡിഎയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നത്. എന്നാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തയായ സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാവുകയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തയായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ വിജയം വരിച്ച ഒരു സ്ഥാനാർത്ഥിയെ വയനാട് എന്ന കോൺഗ്രസിന്റെ സൂപ്പർ ഗ്രേഡ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും BJP തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിന് അർത്ഥം. കാരണം പാലക്കാട് എന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ നിസ്സാരമായി BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും. ആ പൂർണ്ണ വിശ്വാസം BJPയുടെ ദേശീയ തലത്തിലും അണികൾക്കിടയിലുമുണ്ട്. എന്നാൽ അത്തരമൊരു സാധ്യതയുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഒരുപാട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട K സുരേന്ദ്രനാണ് മത്സരാർത്ഥിയായി അഥവാ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് സീറ്റ് ഉറപ്പിച്ചിട്ടുള്ള വയനാട്ടിൽ ശോഭാ സുരേന്ദ്രനും സ്ഥാനം കൊടുക്കുകയാണ്. സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം എന്തുകൊണ്ടായിരിക്കാം ഈ സ്ഥാനാർത്ഥി നിർണയം BJP ഇത്രയും നിസ്സാരമായി കാണുന്നത് എന്നാണ്. അഥവാ എന്തുകൊണ്ടാണ് വയനാട് പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഇത്ര അലസമായി സ്ഥാനാർത്ഥിയായി നിർണയിക്കുന്നത് എന്നുള്ളതാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനിറങ്ങുമ്പോൾ 7 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നേടാനായിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ വലിയ ഒരു ഇടിവ് യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. 5 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ വിജയം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകും എന്ന് കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും ആ 5 ലക്ഷം എന്നുള്ള സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമാണ്, അത്രയും വോട്ടുകളുടെ വർധനവ് മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനായി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പ്രചരണങ്ങളും തന്ത്രങ്ങളും എല്ലാം തന്നെ മെനഞ്ഞുകൊണ്ട് സ്ത്രീ വോട്ടുകൾ കൂടുതൽ നേടിയെടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ അധികം വോട്ടുകൾ നേടിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് സീറ്റ് നൽകുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അജണ്ട. കൃത്യമായി പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന മാർജിൻ, അതായത് 5 ലക്ഷം വോട്ടുകൾ എന്ന മാർജിൻ, അത് വീണ്ടും ഇവിടെ പ്രിയങ്ക ഗാന്ധിക്ക് നൽകുകയാണ്. പ്രിയങ്ക ഗാന്ധി 5 ലക്ഷത്തിൽ പരം വോട്ടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ 2 മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതും MP മാർക്കും MLA മാർക്കും ചുമതല നൽകിക്കൊണ്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഈ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്കാണ് BJP അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുത്തയായി സ്ഥാനാർത്ഥി ഇറക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരുപാട് വോട്ടുകൾ BJPയുടെ കൂടെ പോകും എന്നുള്ള ഉത്തമ ബോധ്യം ദേശീയ നേതൃത്വത്തിനും BJPയുടെ ദേശീയ നേതൃത്വത്തിനുമുണ്ട്, അണികൾക്കിടയിലുമുണ്ട്. എന്നാൽ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കനത്ത എതിർപ്പുണ്ട് എന്നുള്ളത് തീർത്തും സ്വാഭാവികം തന്നെയാണ്. ഇനി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം പരിശോധിച്ചാൽ പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത്. 90കളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ BJP പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാലത്ത് ശോഭയ്ക്ക് ഒത്ത ഒരു എതിരാളിയെ പ്രസംഗപീഠങ്ങളിൽ എത്തിക്കാൻ പോലും CPM പെടാപ്പാട് പെട്ടിരുന്നു. AP അഹമ്മദും T ശശിധരനുമെല്ലാം തീപ്പൊരി പ്രാസംഗികരായി CPMന്റെ വേദികളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ പ്രകോപനത്തിലൂടെ സൃഷ്ടിക്കുന്ന വൈകാരികാഗ്നി അതിശക്തമായിരുന്നു. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സാധാരണ മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റി A+ മണ്ഡലങ്ങളായി മാറിയിട്ടുമുണ്ട്. വാഗ്ധോരണി മാത്രമല്ല തനിക്കുള്ളതെന്നും മികച്ച സംഘടനാ ശേഷിയും കൈമുതലായിട്ട് ഉണ്ട് എന്നും ശോഭ പലവട്ടം തെളിയിച്ചിട്ടുമുണ്ട്. പാർട്ടിക്ക് പുറത്ത് എന്ന പോലെ അകത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പാർട്ടിക്ക് അകത്ത് ശോഭ നേരിട്ട അഥവാ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ അവരിൽ കൂടുതൽ വീറും വാശിയും നിറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിൽ പോലും ആലപ്പുഴ എന്ന CPMന് ഏറെ പ്രതീക്ഷയുള്ള കഴിഞ്ഞ
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തെരിമതി എന്ന് പറയുന്ന CPMന്റെ ആ ആപ്തവാക്യം പോലും അന്വർത്ഥമാക്കിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ BJP ഇറക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും BJPക്ക് വലിയ തരത്തിലുള്ള ആകാംക്ഷ BJPക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതാം. പക്ഷേ എന്നാൽ ജനവിധിക്ക് ശേഷം KC വേണുഗോപാലിനും AM ആരിഫിനും തൊട്ടടുത്തായി ശോഭാ സുരേന്ദ്രൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പരിശോധിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിലും വലിയ തരത്തിലുള്ള വോട്ട് നില ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അത് തൻ്റെ പ്രസംഗത്തിലൂടെയാണെങ്കിലും വൈകാരികമായ രീതിയിലൂടെയാണെങ്കിലും വലിയ തരത്തിൽ ഉൾക്കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ വലിയ തരത്തിൽ തനിക്ക് ഒപ്പം ചേർക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനും കൈവിടാതിരിക്കാനും BJPയുടെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റിയിലെ ചർച്ചയിലേക്ക് അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റിയിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടതും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞതും വനിതയെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തിരിച്ചെടുക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ആ പേരുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ആകെ K സുരേന്ദ്രന്റെ പേര് മാത്രമാണ്. K സുരേന്ദ്രൻ ഒരുപക്ഷെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ അണികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദം മുടുകുകയാണ് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ളത്. സ്വാഭാവികമായും പാലക്കാട് സുരേന്ദ്രനാണെങ്കിലും മറ്റ് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഭരണം BJPയുടെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് BJPക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ വയനാട് അങ്ങനെ അങ്ങ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല. അവിടെ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം തങ്ങൾ ഉണ്ടാക്കുമെന്നാണ് BJPയുടെ തീരുമാനമെങ്കിൽ സ്വാഭാവികമായും അവിടെ ശോഭാ സുരേന്ദ്രനെ ഇറക്കും. അണികളുടെ കൃത്യമായ പിന്തുണ ശോഭാ സുരേന്ദ്രന് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വയനാട് ലോക്സഭാ മണ്ഡലം ദേശീയ തലത്തിൽ പോലും ഇത്ര കണ്ട് നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി 2 തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ആനി രാജ എന്ന് പറയുന്ന ദേശീയ നേതാവ് തന്നെയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വയനാട്ടിൽ ശോഭാ സുരേന്ദ്രൻ എത്തുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഓളം ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ രണ്ടാമത് ഒരു മണ്ഡലം കൂടി തങ്ങളുടെ കാൽച്ചുവട്ടിലാക്കാനുള്ള BJPയുടെ ശ്രമം തന്നെയാകും. ആ ശ്രമത്തിന് മുന്നിൽ ഒരുപക്ഷെ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും തലകുനിച്ച് കൊടുക്കേണ്ടി വരും, അഥവാ വഴങ്ങി കൊടുക്കേണ്ടി വരും.